ഹലോ ഗൈസ്, അപ്പോൾ അമ്പലത്തിൽ വെച്ച് നിവിനെ കണ്ടതും നിവിൻ കാവേരിയെ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ കാര്യമൊക്കെ ജയപാലിനെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ് കേട്ടോ രാഗിണി. പുഷ്പവാടിയിൽ അവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ട് ഒരുമിച്ച് ജീവിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല അച്ഛാ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയുമ്പോൾ അവൻ ജീവിച്ചിരുന്നെങ്കിലല്ലേ മോളെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ജയപാലൻ നിവിനെ കാണാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം നിവിനെ റോഡിൽ വെച്ച് കണ്ടുമുട്ടും. ഇതാരാ അങ്കിളോ എന്ന് ചോദിക്കും. നിങ്ങളെന്നെ കുടുംബമായിട്ട് എൻ്റെ പുറകെ കൂടിയേക്കുവാണോ എന്ന് നിവിൻ ചോദിക്കുകയാണ്. അപ്പോൾ നീ ഒരുപാട് അങ്ങോട്ട് നെഗളിക്കണ്ടടാ, പാൽക്കുപ്പി വെച്ച് തന്ന കൈ കൊണ്ട് വായിക്കരി ഇടിയിക്കേണ്ട അവസ്ഥ നീ വരുത്തരുതെന്ന് നിവിനോട് പറയാണ്. നീ ആരാന്ന് നിൻ്റെ വിചാരം? നീ എന്നെ പുഷ്പവാടിയിലെ ഒറ്റക്കൊമ്പനാണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നീ എന്താ എൻ്റെ മോളോട് പറഞ്ഞതെന്ന് ചോദിക്കും. ഞാനെന്താ പറഞ്ഞത്? ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് കാവേരിയെ മാത്രമായിരിക്കും, കാവേരിയായിട്ട് ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും, രാഗിനോട് പോയി വേറെ പണി നോക്കാൻ പറയാന്നൊക്കെ നമ്മുടെ നിവിൻ പറയാണ് കേട്ടോ. നിങ്ങളുടെ രണ്ടിൻ്റെയും പണി അല്ലായിരുന്നോ കല്യാണം നിങ്ങളുടെ രണ്ടിൻ്റെയും പണിയല്ലായിരുന്നോ കല്യാണം മുടക്കിയത്? നീയും കാവേരിയും കൂടി ഒത്തുകൊണ്ടല്ലായിരുന്നോ എന്നൊക്കെ പറയുവാണ് കേട്ടോ നമ്മുടെ ജയപാലൻ. അപ്പം നീ ഞാൻ മണ്ടനാണെന്നാണ് വിചാരിച്ചതെന്ന് പറഞ്ഞു. അപ്പം നീയും പറയാണ്, സഹതാപം തോന്നുന്നുണ്ടെങ്കിലേ, ഇത്ര ചീഞ്ഞ തലച്ചോറിൽ ഇതിൽ കൂടുതലൊന്നും ചിന്തിക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മുടെ ജയപാലനോട് നിവിൻ പറയാണ്. അപ്പം കാവേരിയുടെ കൂടെയുള്ള എൻ്റെ ജീവിതം അത് ഞാനാ തീരുമാനിക്കണം. ഇത്രയും നാളെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇനി നിങ്ങൾക്ക് അതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നിവിൻ അങ്ങ് പോവാണ്. അപ്പം നിവിൻ വണ്ടി കയറി ഇരുന്നിട്ട് പറയാണ്, അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ മകൾക്ക് ഭ്രാന്താണ്. അത് നിങ്ങൾക്കും മോൾക്കും മാത്രമേ അറിയില്ലാത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നെല്ലിക്കാത്തളത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് വല്ല ചങ്ങലയ്ക്ക് ഇടുവോ? ഇനി അങ്ങനെ നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ വല്ല കഴുത്തിൽ കല്ല് കെട്ടി വല്ല കയറ്റി കൊണ്ടുപോയി താഴ്ത്തുന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോളെ രക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ എന്തിനാടാ ജീവിച്ചിരിക്കുന്നത്? നിങ്ങൾ ജീവിച്ചിരുന്നിട്ടും കാര്യമൊന്നുമില്ല, നിങ്ങൾ വെറും ഒരു പാഴ്മരമാണ്. അതുകൊണ്ട് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ മോളെങ്കിലും രക്ഷപ്പെടും എന്നൊക്കെ പറയുകയാണ്. പക്ഷേ ഈ കലിപ്പിൽ നമ്മുടെ നിവിനെ പുറകെ ചെന്ന് ജയപാലൻ ഇടിച്ച് വീഴ്ത്തുന്നുണ്ട് കേട്ടോ. രാഗിണീനെ വിളിച്ച് ആദ്യം പറയും, ഞാൻ ഇനി അവൻ ജീവനോടെ ഇരിക്കില്ല, നീ അവനെ മറന്നേക്കെന്നൊക്കെ പറയും. രാഗിണി അവനെ ഒന്നും ചെയ്യരുത്, അവനെ കൊല്ലരുതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് രാഗിണി ഇവരുടെ പുറകെ അന്വേഷിച്ച് ചെല്ലണമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ നിവിനെ ജയപാലൻ വണ്ടി ഇടിച്ച് വീഴ്ത്തിയിടുന്ന നാളത്തെ എപ്പിസോഡിൽ. അപ്പോൾ കൂടുതൽ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.